നമസ്കാരം. ഈ വിഷയം നമ്മുടെ തിരുവനന്തപുരത്തെ മേയർ ബഹുമാനപ്പെട്ട ശ്രീ വി രാജേഷിനെ സംബന്ധിച്ച് മാത്രമാണ്. അദ്ദേഹത്തിനുള്ളൊരു സന്ദേശമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ കഴിഞ്ഞ ദിവസം തിരുവല്ലയിൽ ഒരു സ്പായിൽ ജീവനക്കാരി നേരിടേണ്ടി വന്ന കൂട്ടബലാത്സംഗത്തോടനുബന്ധിച്ച് ഈ സ്വകാര്യ സ്പാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും ഒക്കെ ഊർജിതമാക്കും, ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്പാകളെയെല്ലാം തടയുവാനുള്ള നടപടി തിരുവനന്തപുരം കോർപ്പറേഷൻ സ്വീകരിക്കും തുടങ്ങിയ പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിരുന്നു. വളരെ നല്ല കാര്യം. കാരണം വളരെ ക്രിയാത്മകമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് സ്ഥാനമേറ്റ അന്ന് മുതൽ ശ്രീ വി രാജേഷ് തിരുവനന്തപുരം നഗരത്തിൽ കാഴ്ചവെക്കുന്നത്. അതിൽ അദ്ദേഹത്തിന് നിരവധി അഭിനന്ദനങ്ങൾ ലഭിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തോട് എതിർപ്പുള്ളവർ പല്ലെറുമുവാൻ ഇടയാക്കുന്നതുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇത്തരം സക്രിയമായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ പലതും. മന്ത്രിമാർ വരെ ഉറഞ്ഞു തുള്ളുന്നുണ്ട് അദ്ദേഹത്തിനെതിരെ, പലപ്പോഴും ഇളഭ്യരായി പോകുന്നുണ്ടെങ്കിൽ പോലും. അപ്പോൾ തിരിച്ച് ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഈ പ്രത്യേക വിഷയത്തിൽ അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം ഒരു അഭ്യർത്ഥന, ഒരു ഉപദേശമായി അദ്ദേഹത്തിന് ഇക്കാര്യം നൽകുവാൻ ഞാൻ പ്രാപ്തനല്ല. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയം എനിക്കില്ല. പക്ഷേ ഒരു തരത്തിൽ നോക്കിയാൽ തിരുവനന്തപുരം നഗരത്തെ, അതിലും ഉപരി കമ്മ്യൂണിസ്റ്റുകാർ എന്ന ഒരു വിഭാഗത്തെ അദ്ദേഹത്തിന് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ എനിക്കറിയാമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരമൊരു സാഹസത്തിന് ഞാൻ മുതിരുന്നത്. ഒരു കാര്യം ഞാൻ പറയാം. ഈ സ്പാ സംബന്ധിച്ചിട്ടുള്ള നിയമ നടപടികളുമായി തിരുവനന്തപുരം നഗരസഭ ശ്രീ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായും ഈ സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇത്തരം സ്പാ പോലുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന പെൺവാണിഭം, മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങിയ അനധികൃതമായിട്ടുള്ള കൃത്യങ്ങൾ കണ്ടുപിടിച്ച് നിയമത്തെ അറിയിച്ച് പൊതുജനങ്ങളെ മാധ്യമങ്ങളിലൂടെ അറിയിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു രീതിയായിരിക്കണം അദ്ദേഹം ഇപ്പോൾ മുന്നിൽ കാണുന്നത്, അല്ലെങ്കിൽ രീതിയായിരിക്കണം കൈക്കൊള്ളുവാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. അത് വ്യക്തമാണ്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷേ ഇതിലൊരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. രണ്ട് തരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിനെതിരായി പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. അവരിൽ ഒന്നാമത്തെ വിഭാഗം ഇത്തരം സ്വകാര്യ സ്ഥാപനങ്ങളിൽ, അനധികൃതമായിട്ടുള്ള കച്ചവടങ്ങൾ വെച്ച് നടത്തുന്ന സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മാസപ്പടി കൈപ്പറ്റുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. നിയമപാലകരുടെ കാര്യം തന്നെയാണ് ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുവാൻ സാധ്യതയുണ്ട്. എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനമെന്നുള്ളത് സംബന്ധിച്ചുള്ള എൻ്റെ ഒരു ഊഹം ഞാൻ പങ്കുവയ്ക്കാം. അതിനു മുമ്പ് രണ്ടാമത്തെ വിഭാഗത്തെക്കുറിച്ച് കൂടി പറയാം. രണ്ടാമത്തെ വിഭാഗം അന്തം കമ്മികൾ എന്ന് തന്നെ വിളിക്കാവുന്ന പാർട്ടി അടിമകളായിരിക്കും. കാരണം നഗരസഭയിലാകട്ടെ, ഇത്തരത്തിലുള്ള നിയമപാലകരുടെ സംഘടനകൾക്കിടയിലാകട്ടെ, ഇടതുപക്ഷത്തിനുള്ള സ്വാധീനം ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമില്ല. എന്നാലും ഇത്തരുണത്തിൽ അതൊന്ന് പ്രസ്താവിക്കാതെ കടന്നു പോവുക സാധ്യമല്ലാത്തത് കൊണ്ട് പറയുന്നു. ഇത്തരം അന്തം കമ്മികൾ എന്ന് ട്രോളന്മാർ വിളിക്കുന്നൊരു വിഭാഗം അദ്ദേഹത്തിനെതിരെ പ്രവർത്തിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള എന്തായിരിക്കും അവർ അദ്ദേഹത്തിനെതിരെ നടത്തുന്ന പ്രവർത്തനങ്ങൾ? ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും സാധ്യമാകുന്നില്ല എന്നുള്ളൊരു പ്രചാരണം നടത്തുവാനുള്ള പല വസ്തുതകളോ അല്ലെങ്കിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പോലും മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയവർ ഒരു നടപടി സ്വീകരിക്കാം, അത്തരത്തിലുള്ളൊരു നടപടി സ്വീകരിക്കാം. അതിനേക്കാൾ അപകടകരമായിട്ടുള്ള മറ്റൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ ശ്രീ വി രാജേഷിൻ്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്ന അനധികൃതമായിട്ടുള്ള ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ മുതൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ വെച്ച് നടത്തുന്ന സ്ഥാപനങ്ങളെ വരെ ഏതെങ്കിലും തരത്തിൽ കണ്ടുപിടിച്ച് നിയമത്തിന് മുമ്പിൽ എത്തിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് കരുതുക. നിയമ സംവിധാനങ്ങൾ അവയ്ക്കെതിരെ ശക്തമായി നീങ്ങുവാൻ നിർബന്ധിതരാകും. അത്തരണത്തിൽ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങളിൽ അത്തരത്തിലുള്ള റെയ്ഡുകൾ നടക്കുന്നു, പോലീസ് റെയ്ഡുകൾ നടക്കുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം, കീർത്തി കേട്ട ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ, ഒരു ആയുർവേദ സ്ഥാപനം, ഒന്നിൻ്റെയും ഞാൻ പേര് പറയുന്നില്ല കാരണം ഇത്തരമൊരു വിഷയമായതുകൊണ്ട്, നിരവധി ആയുർവേദ സ്ഥാപനങ്ങൾ, വളരെ പ്രസിദ്ധി നേടിയ അഷ്ടവൈദ്യന്മാരുടെ പാരമ്പര്യമുള്ള ആയുർവേദ സ്ഥാപനങ്ങൾ തന്നെ നിരവധി തിരുവനന്തപുരം നഗരത്തിൽ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ഒരു ആയുർവേദ സ്ഥാപനത്തിൽ ഞങ്ങൾക്കൊരു സന്ദേശം ലഭിച്ചു, അല്ലെങ്കിൽ ഒരു രഹസ്യ വിവരം ലഭിച്ചു എന്നുള്ള ഒരു വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞ് ഒരു റെയ്ഡ് നടക്കുകയാണ്. പൂർണ്ണമായും അതിൻ്റെ ഉത്തരവാദിത്വം, ആ പരാജയത്തിൻ്റെ അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥാപനത്തിനെ അപമാനിക്കുവാൻ ശ്രമിച്ചതിൻ്റെ ഉത്തരവാദിത്വം കൃത്യമായി അവർ ബഹുമാനപ്പെട്ട മേയറുടെ തലയിലേക്ക് എടുത്തിടുവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം ഒരു സാധ്യതകളാണ് ഞാൻ പറയുന്നത്. മുൻപ് പലപ്പോഴും ഇത്തരക്കാർ ചെയ്തിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് തന്നെ ഈ സാധ്യതകൾ വളരെ അധികമാണ്. അതുകൊണ്ട് കൂടിയാണ് പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള നീക്കങ്ങൾ എന്നുള്ളതാണ് സത്യം. അത്
ബഹുമാനപ്പെട്ട മേയർക്ക് അറിയാം. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പരിചയം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും അദ്ദേഹത്തിനുള്ള പരിചയം വളരെ അധികമാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ വളരെ പരിഭ്രാന്തരായ ഒരു അവസ്ഥയിലാണ്. ഒന്ന്, തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പുകളിൽ അവർക്ക് നേരിട്ട തിരിച്ചടി, ജനങ്ങൾക്കിടയിൽ അവർക്കെതിരെയുള്ളൊരു വികാരം. രണ്ട്, 47-48 വർഷങ്ങളായി ഒരു റഷ്യയിൽ നിന്ന് നേരിട്ട് പതിച്ചു നൽകിയൊരു സമ്മതിദാന പത്രം പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വിൽപ്പത്രം പോലെ വെച്ചനുഭവിച്ചിരുന്ന, വിൽപ്പത്രത്തിലെ അവകാശം പോലെ വെച്ചനുഭവിച്ചിരുന്ന തിരുവനന്തപുരം നഗരസഭ പൂപറിച്ചെടുക്കുന്ന ലാഘവത്തിൽ BJP പിടിച്ചെടുത്തു എന്നുള്ളതിലെ ഒരു അസഹിഷ്ണുത, ഇതെല്ലാം അവരുടെ ഉള്ളിൽ പുകയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ KB ഗണേഷ് കുമാറിനെ പോലുള്ളവരെ മുന്നിട്ടിറക്കി കളിച്ച് VV രാജേഷിനെ പ്രകോപിപ്പിക്കുവാൻ അവർ ശ്രമിക്കും. ഒപ്പം തന്നെ പിന്നാമ്പുറങ്ങളിൽ ഇത്തരം വൃത്തികെട്ട കളികൾ കളിക്കുവാനും അവർ ശ്രമിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതിനുള്ളൊരവസരം അവർക്ക് കൈവന്നിരിക്കുന്ന വേളയാണ് ഈ സ്പായുടെ, അനധികൃതമായി പ്രവർത്തിക്കുന്ന സ്പാകളുടെ നേരെയുള്ള ബഹുമാനപ്പെട്ട മേയറുടെ ഒരു നീക്കം. പക്ഷേ അത് വളരെ അത്യാവശ്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, അതിനൊരു സംശയവുമില്ല. അദ്ദേഹം അതിൽ നിന്ന് പിന്മാറണമെന്നല്ല ഞാൻ ഒരു തരത്തിലും പറയുന്നു, ഒരു തരത്തിലും പിന്മാറരുത്. പക്ഷേ വളരെ സൂക്ഷ്മതയോടുകൂടി ഓരോ ചുവടും വയ്ക്കുക. കാരണം വയ്ക്കുന്ന ഓരോ ചുവടിൻ്റെ അടിയിലും ഇവരെല്ലാവരും കൂടി മൈൻ വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം താണ്ടി വിജയകരമായി തന്നെ അദ്ദേഹം മുന്നോട്ട് പോകട്ടെ. കാരണം അദ്ദേഹത്തിൻ്റെ സക്രിയമായ പ്രവൃത്തികൾ, കാര്യക്ഷമതയോടുകൂടിയുള്ള ഓരോ ചുവടുവെപ്പും തിരുവനന്തപുരം നഗരത്തിനും നഗരവാസികൾക്കും പ്രയോജനപ്രദമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. അത്തരത്തിലാണ് ജനങ്ങളുടെ ഇടയിലും അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത്. അതുകൊണ്ട് ആ ഒരു പ്രവർത്തനങ്ങളിലൂടെ തന്നെ കേരളത്തിന് മുഴുവനായി ഒരു മാതൃക തന്നെ കാട്ടുവാൻ VV രാജേഷ് എന്ന ബഹുമാനപ്പെട്ട തിരുവനന്തപുരം മേയർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. പക്ഷേ ഒന്ന് സൂക്ഷിച്ച് ചുവട് വയ്ക്കുക എന്നുള്ളത്. കാരണം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്തെത്തിയപ്പോൾ പറഞ്ഞതാണ്, അഹമ്മദാബാദ് നഗരസഭയുടെ ഭരണത്തിലൂടെ BJP എന്ത് മാതൃകയാണോ ഗുജറാത്തിന് കാട്ടിയത്, ആ മാതൃകയിലൂടെ തന്നെ ഗുജറാത്തിലും പിന്നീട് കേന്ദ്രത്തിലും ഭരണത്തിലെത്തിയ ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തത്. അത്തരത്തിലുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കുവാനുള്ള ഒരു മഹത്തായൊരു അവസരമാണ് ബഹുമാനപ്പെട്ട ശ്രീ VV രാജേഷിനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കക്ഷിക്കും ലഭിച്ചിരിക്കുന്നത്. അതവർ സക്രിയമായി തന്നെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള വസ്തുത. മുന്നോട്ടുള്ള കാര്യത്തിൽ ഒരു ചെറിയ അഭിപ്രായ പ്രകടനം, ഉപദേശമായി കരുതേണ്ട ഒരു അഭിപ്രായ പ്രകടനമായി ഇതും സ്വീകരിക്കുമെന്ന് കരുതുന്നു. നമസ്കാരം. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.